സെവൻത് സ്റ്റാൻഡേർഡിലെ 5ാമത്തെ യൂണിറ്റ് അവർ എർത്ത്, നമ്മുടെ ഭൂമി. I am the earth. Billions of years ago, I was a burning sphere. ഞാൻ ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഞാൻ. Later on, I was cooled in the incessant rain. നിരന്തരമായ മഴയിലാണ് ഞാൻ തണുത്തത്. It again took millions of years for living beings to appear. You know that I am the only one to have life among the planets in the solar system. പിന്നെയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിലുണ്ടായത്. സൗരയൂഥത്തിൽ എന്നിൽ മാത്രമാണ് ജീവൻ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. I have everything to support your life, air to breathe, water to drink and for all other uses, soil for plant and growth and so on. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടതെല്ലാം എന്നിലുണ്ട്. ശ്വസിക്കാൻ വേണ്ട വായു, കുടിക്കാനും മറ്റാവശ്യങ്ങൾക്കുമുള്ള ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ട മണ്ണ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നീട് ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹാവ് യു റീഡ് ദ മോണോലോഗ് ഓഫ് ദ എർത്ത്? എർത്ത് സ്വയം പറയുന്ന ആ ആത്മകഥം നിങ്ങൾ വായിച്ചില്ലേ? How beautiful is the surface of the earth with its rivers, mountains, valleys and plains. But what about the interior of the earth? Let us explore the inner secrets of the earth. എന്താ ഇവിടെ പറയുന്നത്? നമുക്കറിയാം, പുഴകൾ, മലകൾ, താഴ്വാരങ്ങൾ, സമതലങ്ങളുമൊക്കെ ആയിട്ട് നമ്മുടെ ഭൂമി എത്ര മനോഹരമാണ്. അപ്പോൾ ഭൂമിയുടെ ഉൾഭാഗങ്ങളോ, നമ്മുടെ ഭൂമിയുടെ ഉള്ളറ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാമെന്നാണ് പറയുന്നത്. ഇൻടു ദ ഇൻറ്റീരിയർ, ഉള്ളറകളിലേക്ക്. We are aware of the temperature on the Earth's surface, but it is extreme heat inside the Earth. The temperature at the center of the interior is about 5,500 degrees Celsius. നമുക്കറിയാം, ഭൂമിയുടെ പുറംഭാഗത്തെ ചൂട് അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. പക്ഷേ ഉള്ളിൽ എക്സ്ട്രീം ഹീറ്റാണ്, അതികഠിനമായ ചൂടാണുള്ളത്. എത്രയാണുള്ളത്? 5,500 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് സെൻട്രൽ ഉള്ളത്. ഡു യു നോ ദാറ്റ് വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്? ക്യാൻ യു ഇമാജിൻ ദ ഹീറ്റ് ഓഫ് 5,500 ഡിഗ്രി സെൽഷ്യസ്? ഹാവ് യു ഹേർഡ് ഓഫ് മൈൻസ്? ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഡീപ് ദ ഡീപ്പർ മൈൻ ഈസ്? എബൌട്ട് 12 കിലോമീറ്റേഴ്സ്. ഇവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയാലോ വാട്ടർ ബോയിൽ ചെയ്യാൻ, വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി സെൽഷ്യസ് വേണം. അപ്പോൾ നമ്മൾക്ക് ഈ 5,500 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? പിന്നീട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മൈൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഖനികൾ എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏകദേശം 12 കിലോമീറ്ററോളമാണ് എന്നാണ് പറയുന്നത്. Humans can reach even that far only with the help of machines and safety devices. The distance from the surface to the center of the earth is about 6,371 kilometers. So, is it possible for the humans to understand the interior of the earth directly? Then how did we get the information about the interior of the earth? The information regarding the interior of the earth is formed through scientific studies and inference. Let's see what they are. ഈ 12 കിലോമീറ്ററോളം, അത്രത്തോളം ദൂരം മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെ അതുപോലെ തന്നെ സുരക്ഷാ ഉപകരണങ്ങളുടെ ഒക്കെ സഹായത്തോടെയാണ്. ഇപ്പോൾ ഏകദേശം 6,371 കിലോമീറ്ററാണ് ഭൂമിയുടെ ഏറ്റവും ഉള്ളിലേക്ക്, സെൻറ്ററിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഈ ഉള്ളറയെ പറ്റി, ഇൻറ്റീരിയറിനെയൊക്കെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ മനുഷ്യന് നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഇൻറ്റീരിയറുകളെ പറ്റിയിട്ട്, എന്ന് വെച്ചാൽ ഉള്ളറകളെ കുറിച്ചിട്ട്, ഭൂമിയുടെ ഉൾവശങ്ങളെ പറ്റിയിട്ടുള്ള
അറിവൊക്കെ നമുക്ക് എങ്ങനെയാണ് ലഭിച്ചത്? അത് ചില ശാസ്ത്രീയ പഠനങ്ങളുടെ നിഗമനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അവ ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ 3 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എന്താണത്? ബൈ എക്സാമിനിങ് മെറ്റീരിയൽസ് ദാറ്റ് റീച്ച് ദ എർത്ത് സർഫേസ് ത്രൂ വോൾക്കാനിക് എറപ്ഷൻസ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ചില വസ്തുക്കളൊക്കെ വന്നു ചേരും. അവയൊക്കെ പരിശോധിക്കുന്നതിൽ നിന്ന് ആണ് മനസ്സിലാക്കുന്നതെന്നാണ് ആദ്യത്തെ. അടുത്തത് ഫ്രം ദ ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം മൈൻസ്. അതെന്താണ്? ഖനികളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ, കളക്ട് ചെയ്ത് കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തതോ ബൈ അനലൈസിങ് ദ മോഷൻസ് ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്ക്. ഭൂകമ്പ സമയത്തൊക്കെ ഉണ്ടാകുന്ന തരംഗ ചലനങ്ങൾ അത് വിശകലനം ചെയ്തിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് മൂന്നാമത്തേൽ പറയുന്നു. ദ സ്ട്രക്ചർ ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഘടന. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ക്രസ്റ്റ് ഉണ്ട്, മാൻഡിലുണ്ട്, ഔട്ടർ കോർ ഉണ്ട്, ഇന്നർ കോർ ഉണ്ട്. കണ്ടില്ലേ? ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഏറ്റവും പുറം ഭാഗം മുതൽ ഉള്ളിലത്തെ ഭാഗം ഇന്നർ കോർ വരെ ഉള്ളത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വാട്ട് ഇൻഫർമേഷൻ ഡു യു ഗെറ്റ് എബൌട്ട് ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത്. ഇതൊന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പോയിന്റ്, ദ ഇൻറ്റീരിയർ ഓഫ് ദ എർത്ത് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ്. ഈ ഇൻറ്റീരിയർ ഓഫ് ദ എർത്തിൻ്റെ ഇൻറ്റീരിയറിനെ ഡിഫറെൻറ്റ് ലെയേഴ്സ് ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ട് എന്നാണ് ആദ്യത്തേൽ പറയുന്നത്. ദ ഔട്ടർമോസ്റ്റ് ലെയർ ഈസ് ദ ക്രസ്റ്റ്. ഏറ്റവും പുറമേയുള്ള പാളി, പുറമേയുള്ള ആ പാളിയാണ് ഇത് ക്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്നുള്ളത് അടിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്തെഴുതാം? ദ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് ദ ഇന്നർ കോർ. ഇന്നർമോസ്റ്റ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഏതാണ്? ഇന്നർ കോർ ആണെന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്താ മനസ്സിലായത്? ഇനി അവിടെ എഴുതാൻ സ്ഥലമില്ല, എന്നാലും നമുക്ക് ഇനി എന്താ എഴുതാം? മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ അടിയിൽ കാണുന്ന ലെയറാണ് മാൻഡിൽ. അതുകൂടി നമുക്ക് വേണമെങ്കിൽ എഴുതി ചേർക്കാം കേട്ടോ. ഇവിടെ നോക്കൂ, ഏറ്റവും മുകളിലെ പാളി നമ്മൾ പറഞ്ഞു ക്രസ്റ്റ്. ദ ക്രസ്റ്റ്, ക്രസ്റ്റിനെ പറ്റി എന്താ പറയുന്നത്? ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് ആൻഡ് റിലേറ്റീവ്ലി തിൻ ലെയർ ഓഫ് ദ എർത്ത്. ദിസ് ലെയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഏത്? ഈ ക്രസ്റ്റ്, ഭൂവൽക്കം എന്ന് പറയും. ഇത് ഏറ്റവും തിന്നാണെന്ന് പറഞ്ഞാൽ നേർത്ത ഒരു പാളിയാണ്. ഇത് ഖരരൂപത്തിലുള്ള പാറകളാലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, നെയിംലി കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. ക്രസ്റ്റിന് 2 ഭാഗമുണ്ട്. അതാണ് ഏതൊക്കെ? കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെയൊക്കെ പറയുന്നു. Continental crust is thicker than the oceanic crust. The average thickness is about 30 kilometers. In mountain areas, continental crust has a thickness of about 70 kilometers, but the average thickness of the oceanic crust is 5 kilometers. ഇവിടെ എന്താ പറയുന്നത്? ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനാണ് എന്തുള്ളത്? കൂടുതൽ കനം കൂടുതലുള്ളത്, തിക്കറായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏകദേശ കനം എന്ന് പറയുന്നത് എത്രയാണ്? 30 കിലോമീറ്റേഴ്സോളം കനമാണ് ഉള്ളത്. പിന്നെ മൗണ്ടൻ ഏരിയാസിലാണെങ്കിൽ ഈ കോണ്ടിനെൻ്റൽ ക്രസ്റ്റിന് 70 കിലോമീറ്റേഴ്സ് കനമാണുള്ളത്. എന്നാൽ ഓഷ്യാനിക് ക്രസ്റ്റിനോ 5 കിലോമീറ്ററാണ് ഉള്ളത്. ഈ പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ വൺ വേർഡൊക്കെ ആയിട്ട് ഏതാണ്, ക്രസ്റ്റാണോ മാൻഡിലാണോ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ഭാഗം ദ മാൻഡിൽ. മാൻഡിൽ ഈസ് ദ ലെയർ ബിലോ ദ ക്രസ്റ്റ്. ദിസ് ഈസ് റിലേറ്റീവ്ലി തിക്ക്. ഇറ്റ് എക്സ്റ്റെൻസ് അപ് ടു എബൌട്ട് 2900 കിലോമീറ്റേഴ്സ്. ഭൂവൽക്കത്തിന് താഴെയുള്ള എന്ന് വെച്ചാൽ ക്രസ്റ്റിന് താഴെയുള്ള ഭാഗമാണ് ഏത്? ഈ മാൻഡിൽ എന്ന് പറയുന്നത്. ഇതിന് കനം കൂടുതലുള്ള ഭാഗമാണ്, കനമുള്ള ഭാഗമാണിത്.
അത് എത്ര കനമാണ് വരുന്നത്? 2900 കിലോമീറ്റർ വരെ കനമാണ് ഇതിനുള്ളത് എന്നാണ് പറയുന്നത്. The part of the earth that comprises crust and upper part of mantle is called lithosphere. ഇവിടെ ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ഇതും ചേർന്ന് വരുന്ന ഭാഗമാണ് ഏത്? ലിത്തോസ്ഫിയർ എന്നാണ് പറയുന്നത്. അപ്പോൾ ലിത്തനോസ്ഫിയർ എന്നുള്ള ടേം എന്താണെന്നത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി വിച്ച് ഈസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഡ്യൂ ടു ദ മെൽറ്റിംഗ് ഓഫ് റോക്ക് പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് അസ്തനോസ്ഫിയർ. അതേപോലെ തന്നെ വേറൊന്നാണ് അസ്തനോസ്ഫിയർ. എന്താണ് അസ്തനോസ്ഫിയർ? ഈ ലിത്തോസ്ഫിയറിൻ്റെ ചോടയായിട്ട് അടിഭാഗത്തായിട്ട് ഈ റോക്കുകളൊക്കെ മെൽറ്റ് ചെയ്തിട്ട് മാഗ്മ രൂപത്തിൽ കാണപ്പെടുന്നതാണ് അസ്തനോസ്ഫിയർ. ദ പോർഷൻ ബിലോ ദ അസ്തനോസ്ഫിയർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. എന്താണ്? ഈ അസ്തനോസ്ഫിയറിന് ചോടയുള്ള ഭാഗം എന്താണ്? സോളിഡാണ്. ഇനി അടുത്തത് ദ കോർ. ദ ലെയർ ബിലോ ദ മാൻഡിൽ ഈസ് ദ കോർ. മാൻഡിലിൻ്റെ അടിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് കോർ. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഇതിനെ ഔട്ടർ കോർ എന്നും ഇന്നർ കോർ എന്നും വിഭജിച്ചിട്ടുണ്ട്, രണ്ട് ഭാഗങ്ങൾ ആക്കിയിട്ടുണ്ട്. ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് വൈൽ ദ ഇന്നർ കോർ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ഔട്ടർ കോർ എങ്ങനെയുള്ളതാണ്? ലിക്വിഡ് ആയിട്ടുള്ളതാണ്, ദ്രാവകമാണ്. എന്നാൽ ഇന്നർ കോറ് സോളിഡ്, ഖരാവസ്ഥയിലുള്ളതാണ്. ദ കോർ ഈസ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് മെറ്റൽസ് ലൈക്ക് നിക്കൽ ആൻഡ് അയൺ. നിക്കളും അയണും ചേർന്നിട്ടുള്ളതാണ് എന്ത്? എന്നീ മെറ്റലുകൾ ചേർന്നതാണ് എന്ത്? ഈ കോർ എന്ന് പറയുന്നത്. ഹെൻസ് ദ കോർ ഈസ് ഓൾസോ നോൺ ആസ് നിഫെ. നിഫെ എന്നുള്ളൊരു പേരും കൂടി ഈ കോറിനുണ്ട്. കാരണം ആ NIയും FEയും കൂടിയും ചേർത്തിട്ട് നിഫെ എന്നൊരു പേരും കൂടി ഉണ്ട്. ദ ടെമ്പറേച്ചർ ഇൻ ദ ഇന്നർ കോർ ഈസ് അബൌട്ട് 5500 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ എവിടെയാണ്? ഇന്നർ കോറിലെ ടെമ്പറേച്ചർ എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളത്. ഇനി ഇവിടെ പറയുന്നത് കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം ബൈ ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് ദ എർത്ത്സ് ഇൻറ്റീരിയർ, സ്ട്രക്ചർ ഓഫ് ദ എർത്ത് ആൻഡ് ഫീച്ചേഴ്സ്. ഈ ഓരോ ക്രസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മാൻഡിൽ, കോർ, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് 3 പോയിൻ്റ് വെച്ചിട്ട് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ആദ്യം ക്രസ്റ്റിൻ്റെ നമുക്ക് എഴുതാം. ഒന്നാമത്തെ ഔട്ടർ മോസ്റ്റ് ലെയർ, ഏറ്റവും മുകളിലുള്ള ഭാഗമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി 2 പോയിൻറ്റും കൂടി നമുക്ക് അവിടെ എഴുതാനുണ്ട്. തിൻ ലെയറാന്ന് എഴുതാം. അതുപോലെ തന്നെ മെയ്ഡ് അപ്പ് ഓഫ് സോളിഡ് റോക്സ്. ഈ പോയിൻ്റൊക്കെ നമുക്ക് എഴുതാം. കൂടാതെ പിന്നെ നമ്മൾ പഠിച്ചതാണ് എന്താണ്? ദ ക്രസ്റ്റ് ഹാസ് 2 പാർട്സ്, കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ഓഷ്യാനിക് ക്രസ്റ്റ്. അങ്ങനെയുള്ള പോയിന്റുകളൊക്കെ അവിടെ എഴുതി ചേർക്കാം. ഇനി അടുത്തത് ഈ മാൻഡിലിനെ പറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ലെയർ അപ് ടു 2900 കിലോമീറ്റർ ബിലോ ദ ക്രസ്റ്റ് എന്ന് ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ഏതൊക്കെ 2 പോയിൻ്റ് നമുക്ക് എഴുതാം? തിക്ക് ലെയർ ആണെന്ന് എഴുതാം. പിന്നെ ക്രസ്റ്റ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദ മാൻഡിൽ ഈസ് കാൾഡ് ലിത്തോസ്ഫിയർ. ഈ 2 പോയിൻ്റ് എഴുതാം. അടുത്തത് കോറാണ്. കോറിനെ പറ്റിയിട്ട് നോൺ ആസ് നിഫെ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ദ ലെയർ ബിലോ ദ മാൻഡിൽ എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ പോയിൻറ്റ്സ് നമുക്ക് അവിടെ എഴുതി ചേർക്കാം. അടുത്തത് നോക്കാം. ദ ഫീച്ചേഴ്സ് ഓഫ് ഈച്ച് ലെയർ ഓഫ് ദ എർത്ത്സ് ഇൻറ്റീരിയർ ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ടേബിളിൽ എർത്തിൻ്റെ ഓരോ ലെയറിൻ്റെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെ ഈ സ്മൈലുള്ള ഇമേജും നമ്മൾ കൊടുക്കുക. പിന്നെ അതേപോലെ സാഡായിട്ടുള്ളത് റോങ് വൺസിൻ്റെ നേർക്കും കൊടുക്കാനാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ദ ക്രസ്റ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് സോളിഡ് പാർട്ട് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദ ക്രസ്റ്റ് ഔട്ടർ മോസ്റ്റ് ആണ്, പിന്നെ സോളിഡും ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ ഇമേജ് കൊടുക്കാം. ഇനി അടുത്തത് ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഇമോജി ഇവിടെ കൊടുക്കുക. ഇനി അടുത്തത് ദ അസ്നോസ്ഫിയർ ഈസ് ദ മോൾട്ടൺ പാർട്ട് ഫോംഡ് ബൈ ദ മെൽട്ടൺ റോക്ക് പാർട്ടിക്കിൾസ് മാഗ്മ. ഇത് ശരിയാണ്. അപ്പോൾ നമ്മൾ ഈ സ്മൈലുള്ള ഇമോജി തന്നെ കൊടുക്കുക.
അടുത്തത് ദ ഔട്ടർ കോർ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. വീണ്ടും ശരി തന്നെയാണ്. അപ്പോൾ സ്മൈൽ ഇമോജി കൊടുക്കാം. ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റ് ആൻഡ് ദ ഓഷ്യാനിക് ക്രസ്റ്റ് ആർ ദ ടു പാർട്സ് ഓഫ് ദ ക്രസ്റ്റ്. ക്രസ്റ്റിൻ്റെ രണ്ട് പാർട്ടുകളാണ് ഏത്? ദ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും അതുപോലെ തന്നെ ഓഷ്യാനിക് ക്രസ്റ്റും. ഇനി അടുത്തത്, അപ്പോൾ അത് ശരിയാണ്. ഇനി ദ കോർ ഈസ് ഓൾസോ നോൺ ആസ് നിഫെ. അതും ശരിയാണ്.